വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുമ്പോഴും വെള്ളത്തിന് മീതെ നടക്കുമ്പോഴും പ്രകൃതിയുടെ മേൽ ഈശോയ്ക്കുള്ള അധികാരത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ സുഖപ്പെടുത്തുമ്പോൾ അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരം, രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ രോഗത്തിൻ്റെ മേലുള്ള അധികാരം, മരിച്ചുപോയ ലാസറിനെയും ജൈറോസിൻ്റെ മകളെയും ഒക്കെ ഉയർപ്പിക്കുമ്പോൾ മരണത്തിൻ്റെ മേൽ ഉള്ള അധികാരം, പാപിനിയായ സ്ത്രീയുടെയും തളർവാദ രോഗിയുടെയും പാപങ്ങൾ പൊറുക്കുമ്പോൾ പാപങ്ങൾക്കു മേലെയുള്ള ഈശോയുടെ അധികാരം. ഇതിലൂടെയെല്ലാം ഈശോ തൻ്റെ അധികാരം വ്യക്തമാക്കിയിട്ടും വെളിപ്പെടുത്തിയിട്ടും ഇന്നത്തെ സുവിശേഷത്തിൽ കുറച്ച് പുരോഹിതരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിൻ്റെ അടുത്ത് വന്ന് അവനോട് ചോദിക്കുകയാണ്, എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ആരാണ് നിനക്ക് ഇതിനൊക്കെ അധികാരം തന്നത് എന്ന്. അന്നേവരെയുള്ള അധികാരം എന്ന വാക്കിൻ്റെ മുഴുവൻ അർത്ഥത്തെയും മാറ്റി എഴുതപ്പെടുന്ന തരത്തിലുള്ളതായിരുന്നു ഈശോയുടെ പ്രവൃത്തികൾ എല്ലാം. ഇന്നത്തെ പല അധികാരികളും ചെയ്യുന്നത് പോലെ അധികാരം ഉപയോഗിച്ച് ജനത്തെ കഷ്ടപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നില്ല ഈശോയുടെ അധികാരം. മറിച്ച് തനിക്ക് ചുറ്റുമുള്ളവരുടെ നന്മയ്ക്കും വളർച്ചയ്ക്കുമൊക്കെ വേണ്ടിയാണ് ഈശോ തൻ്റെ അധികാരം ഉപയോഗിച്ചത്. നമ്മളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് തന്നെ അല്ലെങ്കിൽ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകാതെ നമുക്ക് ചുറ്റുമുള്ളവരുടെ നന്മയും സമൂഹത്തിൻ്റെ നന്മയും വളർച്ചയുമൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.